വടകര നഗരത്തിൽ ദിവസങ്ങളായി രൂക്ഷമായി തുടരുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ട്രാഫിക് പോലീസിന്റെ ശ്രമം. ട്രാഫിക് SI കെ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതായത് വടകര നഗരത്തിലേക്ക് തിരുവള്ളൂർ ഭാഗത്ത് നിന്ന് പ്രവേശിക്കുന്ന വാഹനങ്ങൾ നേരിട്ട് പാലത്തിനുള്ളിലൂടെ പുതിയ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇവിടെ നോ എൻട്രി ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവള്ളൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുവഴി ഇടതുവശത്തേക്ക് പോയി MRAയുടെ പരിസരം വഴി ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വരികയാണ് ചെയ്യേണ്ടത്. തിരിച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവള്ളൂർ റോഡിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കാനുള്ള അനുമതിയുണ്ട്. അത്തരത്തിലാണ് ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇരുഭാഗങ്ങളിലേക്കും പോകുന്നത് വലിയ കുരുക്കിന് ഇടയാക്കിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. അതേപോലെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ എടോടിയിലേക്ക് വരേണ്ടതിന് പകരം കീർത്തിമുദ്ര തിയേറ്റർ ഭാഗം വഴിയാണ് വരേണ്ടത്. തിരിച്ച് ആ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അല്പദൂരം കയറിയ ശേഷം വലത്തോട്ടേക്ക് തിരിയുന്നതിനായി സിഗ്നൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ചില മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ഇത് വിശദീകരിച്ച് നമുക്ക് SI തന്നെ പറഞ്ഞു തരും. വടകര ട്രാഫിക് SI ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ എടോടി ഭാഗത്തുള്ള ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനടുത്ത് വരുന്ന വാഹനങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ എടോടി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ അവിടുന്ന് വലതുഭാഗത്ത് തിരിഞ്ഞിട്ട് കീർത്തിമുദ്ര വഴി ആ റോഡിലേക്ക് കയറുക. എടോടി 1 വേ ആണ്. എടോടിയിൽ നിന്ന് നമുക്ക് എടോടി ഭാഗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. തിരിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാഹനങ്ങൾ കീർത്തിമുദ്ര വഴി റോഡിൽ മറ്റേ ഹൈവേക്ക് പ്രവേശിക്കാനാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഭാഗത്തുള്ള ബ്ലോക്ക് ഒരുപാട് കുറഞ്ഞു കിട്ടും. എടോടി ഭാഗത്തുള്ള ബ്ലോക്ക് ഒരുപാട് കുറഞ്ഞു കിട്ടും. പിന്നെ അപ്പോൾ നമുക്കത് ഇന്ന് ഞങ്ങൾ ചെയ്യണമെന്ന് വടകര ട്രാഫിക് പോലീസ് ഇന്നത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ റോഡ് ഇന്നലെ കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. തിരുവള്ളൂരിൽ നിന്ന് വാഹനങ്ങൾ അവിടുന്ന് ഇടതുവശത്ത് തിരിഞ്ഞിട്ട് അവിടെ 2 ഡിവൈഡർ വെച്ചിട്ടുണ്ട്. അതിലൂടെ തിരിഞ്ഞ് ഇടതു ഭാഗത്തോട്ട് അങ്ങോട്ട് പോകണം. അതേപോലെ ഇവിടുന്ന് നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന വാഹനങ്ങൾ പുതിയ സ്റ്റാൻഡ് ഭാഗത്തേക്ക് ക്രോസ് ഈ പാലത്തിന് അടിയിലൂടെ വരാൻ പാടില്ല. അവിടെ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൂടി ചെയ്തപ്പോൾ നമുക്ക് കുറേ കൂടി ബ്ലോക്ക് കുറഞ്ഞു കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കീർത്തിമുദ്രൻ്റെ ആ ഒരു 1 വേ എടോടി 1 വേയും ഈ ഒരു കാര്യം അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമുക്ക് മാറ്റം നമുക്ക് നോക്കാം.